ഹായ് കൂട്ടുകാരെ, നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള അയിലയും മത്തിയെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്ത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. അതിനുശേഷം അതൊന്ന് ഊറ്റിയെടുത്തിട്ട് വേറെ പാത്രത്തിൽ വെക്കുക. ആ സമയത്ത് തന്നെ നമ്മൾ പുളി കുതിർക്കാൻ വേണ്ടി വെക്കുക. ഇനി നമുക്ക് ഈ കുരുമുളക് ഊറ്റി വെച്ചിട്ടുള്ള വെള്ളം കൊണ്ട് തന്നെ അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുളി പേസ്റ്റാക്കി അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് അരച്ച് കൊടുക്കാവുന്നതാണ്. ആ സമയത്ത് നമുക്ക് ചട്ടി ചൂടാക്കി ആ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഉലുവ ഒരു 1/2 സ്പൂൺ ഉലുവയിട്ട് അതിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഉള്ളി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായി വഴന്ന ശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിൽ വെള്ളം കുറവാണെങ്കിൽ നമ്മൾ ഈ കുരുമുളക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല ബാക്കി വെള്ളമുണ്ട്, അതും കൂടി ജാറിലിട്ട് ബാക്കിയുള്ള അതും കൂടി ആക്കി വെക്കും. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി കട്ടിയാണ്, അതായത് ഗ്രേവിയാണ് കറിയെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ കഴുകി എടുത്ത് വെച്ചിട്ടില്ല, അതിലോട്ട് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഫിഷ് കട്ട് ചെയ്ത് വെച്ചത് ഇത് അരപ്പിലോട്ട്, അതായത് നമ്മൾ ചട്ടിയിലോട്ട് അത് ഫിഷും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച ശേഷം, അതായത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിക്കാം. തിളച്ച ശേഷം നമുക്കത് എണ്ണ തെളിയുമ്പോഴേക്കും ഇത് ഓഫാക്കി നമുക്ക് പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കും അപ്പത്തിനും അതുപോലെ ചോറിനൊക്കെ നന്നായിട്ട് പോകുന്നതാണ്. റേഷനറി ചോറാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയായിരിക്കും. അപ്പം വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. പിന്നെ അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടത്, ഞാൻ അയിലേൻ്റെ കൂടെ തന്നെ കുറച്ച് ചെമ്മീനും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ഞാനിതിൻ്റെ കൂടെ ചേർത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെമ്മീനായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ നമ്മളെ ചൂരമീനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ഫ്രഷ് ആയിരിക്കണം. ഫ്രഷ് ആണെങ്കിൽ നല്ല അതിനനുസരിച്ചിട്ടുള്ള കറീൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.